നവകേരള സദസ്സിൽ നിരവധി പേർ പരാതിയുമായി എത്താറുണ്ട്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഒരാളെ കണ്ടു. അനുപമ എന്നാണ് പേര്. അനുപമയെ ആരും പെട്ടെന്ന് മറന്നിട്ടുണ്ടാവില്ല. തൻ്റെ കുഞ്ഞിനെ ലഭിച്ചെങ്കിലും 2 വർഷത്തിനിപ്പുറവും അനുപമയുടെ പരാതിയിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അനുപമ പരാതിയുമായി നവകേരള സദസ്സിൽ എത്തിയിരിക്കുന്നത്. അനുപമ ഉദ്യോഗസ്ഥരെയൊക്കെ കണ്ടിട്ടുണ്ടാവും. അനുപമയുടെ പരാതിയിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. റിപ്പോർട്ട് ഇവർ വീണ ജോർജിൻ്റെ സമർപ്പിക്കുന്നത് എൻ്റെ കുഞ്ഞിനെ കിട്ടുന്നതിൻ്റെ ആ ദിവസങ്ങളിലാണ്. അപ്പോൾ അതിന് ശേഷം ഇന്നീ ദിവസം വരെയും അതിലൊരു നടപടി എടുക്കുകയോ അതിൽ ഒരു റിപ്പോർട്ട് ഞങ്ങൾക്ക് പോലും ഇതുവരെ കാണിച്ചു തരേണ്ട ഒരു ഇതുപോലെ അവർ കാണിച്ചിട്ടില്ല. ഞങ്ങൾ വിവരാവകാശം വഴി റിപ്പോർട്ട് ചോദിച്ചു. അപ്പോഴും അവർ പറഞ്ഞത് കുഞ്ഞിൻ്റെ ഡീറ്റെയിൽസ് അതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അത് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്നാണ്. അതുകൊണ്ട് പാരൻസിന് പോലും തരാൻ പറ്റത്തില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനുശേഷവും പിന്നെ ഇതുവരെയും ശരി ഞങ്ങൾക്കത് തന്നില്ലെങ്കിലും കുഴപ്പമില്ല, അതിന് ആ അന്വേഷണ റിപ്പോർട്ടിൽ അതിൽ തെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പേരുടെ പേരെങ്കിലും ഉണ്ടാവും. അവർക്കെതിരെ ഒരു നടപടി അതുപോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൽ തെറ്റ് ചെയ്ത് ഷിജു ഖാൻ, സുനന്ദ പോലെ അവർക്കൊക്കെ സ്ഥാനക്കയറ്റം നൽകിയാണ് ഇവർ പിന്നീട് ആ ഒരു നടപടി കാണിച്ചത്. അപ്പം അതിൽ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം അതിലൊരു നടപടി സ്വീകരിക്കണം. ആ റിപ്പോർട്ട് പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്കെങ്കിലും ഞങ്ങളുടെ അടുത്തെങ്കിലും ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ് ആവശ്യം. 2 വർഷമായിട്ടും അതിലും തുടരായിട്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താ തോന്നുന്നത് അനുപമയ്ക്ക്? അത് അവർ മനഃപൂർവ്വമായിട്ട് പൂഴ്ത്തി വെച്ചതെന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. ഇല്ല എങ്കിൽ ശരി എന്തേലും ഉള്ളത് ഞങ്ങളെ പാരൻസിനോടെങ്കിലും അറ്റ്ലീസ്റ്റ് ഇപ്പം ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അതിൽ അത്രയ്ക്ക് പാർട്ടിക്കകത്തുള്ളവർക്ക് തന്നെ ദോഷം വരുത്തുന്ന എന്തോ ഒന്ന് അതിനകത്തുണ്ടെന്ന് തന്നെയല്ലേ എൻ്റെ അർത്ഥം. അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, പരാതി കൊടുത്തു, ഉദ്യോഗസ്ഥരെ കണ്ടോ? അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഈ പരാതി കൊടുത്ത സമയത്ത് എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് കിട്ടിയോ? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ജനറലായിട്ട് എല്ലാ പരാതിയും മേടിക്കുന്ന പോലെ മേടിച്ചു, റെസിപ്റ്റ് തന്നു. അതല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. വേറെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ടോക്കും ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരെയും പോലെ പരാതി അവർ സ്വീകരിച്ചു വെച്ചു. പക്ഷെ ഇങ്ങനൊരു വിഷയം കേരളം ചർച്ച ചെയ്ത വിഷയമാണ്. ഒരു അമ്മയുടെ വിഷമം കണ്ടതാണ് കേരളം. അപ്പോൾ ആ പരാതിയിൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അനുപമ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഈ പരാതിയുമായി എത്തിയത്. എന്തായാലും ഈ റിപ്പോർട്ടിൽ പോലീസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോലീസിൻ്റെ നടപടിയിൽ മൊത്തത്തിലുള്ള റിപ്പോർട്ടിൽ ഒരു നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അനുപമ നവകേരള സദസ്സിൽ പരാതിയുമായി എത്തിയത്. പ്രേംശശിക്കൊപ്പം TS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.